നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നു. സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നത്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ വരും. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെയും ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢതയുള്ള രഹസ്യങ്ങൾ ഒന്നുമില്ല. സ്നേഹിച്ചിട്ടുണ്ടോ എന്നല്ല, സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് പ്രയാസം. ജീവിതത്തിൽ എത്ര നല്ല മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടി എന്നതല്ല, നിങ്ങളിലെ മനുഷ്യനെ എത്ര പേർ കണ്ടുമുട്ടി എന്നതാണ് പ്രധാനം. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തിയല്ല, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്നറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാവില്ല. അത് ഒരുപക്ഷെ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നതാണ് ആത്മവിശ്വാസം. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹൃദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോടും അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോടും മാത്രം സുഹൃത്തായിരിക്കുക. വെല്ലുവിളികൾ ഏറ്റെടുക്കുക. വിജയിച്ചാൽ നിങ്ങൾക്കതിൽ സന്തോഷിക്കാം. പരാജയപ്പെട്ടാൽ അത് നൽകിയ പാഠം അടുത്ത വിജയത്തിനായി ഉപയോഗിക്കാം. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കൈവശമുള്ളവനും നീയും തുല്യനത്രേ. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും.